ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് കുറച്ച് നേരത്തെ PSC പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി മറ്റ് ജില്ലകളുടെയും താമസിയാതെ തന്നെ PSC പബ്ലിഷ് ചെയ്യുന്നു. പക്ഷെ അത്യാവശ്യം ലാഗ് അടിച്ചു, കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട്. ഇപ്പോൾ ആണ് അടുത്ത ജില്ലയുടേത് PSC പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഏത് ജില്ലയുടെ ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്, അതുപോലെ തന്നെ എത്ര പേരെ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, അതുപോലെ എത്ര പേരെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, അതുപോലെ എത്രയാണ് PSC കട്ട് ഓഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മുടെ കാറ്റഗറി നമ്പർ 447/2023 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലാബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ. വയനാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, 19/9/2025 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഇത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ല പോലെ തന്നെ കുറച്ച് പേരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടത് 33 പേരാണ് നമ്മുടെ ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 63 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ നിന്ന് 11 പേര്, അങ്ങനെ ടോട്ടൽ 107 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കട്ട് ഓഫ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ PSC കൊടുത്തിട്ടുള്ളത്. 74.47 മാർക്കാണ് ഈ ഒരു എക്സാമിന് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ നമ്മുടെ വയനാട് ജില്ലയ്ക്ക് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏകദേശം എല്ലാ എക്സാമിനും അത്യാവശ്യം കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താറുള്ളൂ. അപ്പോൾ ഇവിടെയും കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിനും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതായത് ഇത് ഒരു ട്രെൻഡാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതായത് PSC അടുത്ത കാലങ്ങളിലായിട്ട് കുറച്ച് പേരെ മാത്രമേ നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പത്തനംതിട്ടയിലും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വയനാട്ടിൽ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ മറ്റ് ജില്ലകളിൽ ഇനി വരും ഷോർട്ട് ലിസ്റ്റുകളിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്താൻ വേണ്ടി സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാര്യത്തിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ച് ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തി ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതാണോ നല്ലത്, അല്ല കുറേ പേരെ ഉൾപ്പെടുത്തി അതിൽ കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നതാണോ നല്ലത്, ഏതാണ് നല്ലതെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ മറ്റ് ജില്ലക്കാർ വിഷമിക്കേണ്ട കാര്യമില്ല. നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ വരും ദിവസങ്ങളായിട്ട് നമ്മുടെ മറ്റ് ജില്ലകളുടെയും PSC പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റുമായിട്ട് ഇതാവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.